മാം, എൻ്റെ AMH വാല്യൂ കുറവാണ്. അതെൻ്റെ പ്രഗ്നൻസിയെ ബാധിക്കുമോ? നമുക്ക് AMH എന്ന് പറയുന്നൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി മുള്ളറിൻ ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അത് ഓവറിലുള്ള അണ്ടങ്ങളിൽ നിന്നും ഫോളിക്കിൾസിന് സെക്രീറ്റ് ആവുന്ന ഒരു ഹോർമോണാണ്. ഇത് നമ്മുടെ ഓവറിൻ റിസർവിനെ കാണിക്കുന്ന ഒരു ടെസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മൾ സ്കാനിൽ ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ട്, അതായത് നമ്പർ ഓഫ് ഫോളിക്കിൾസ് നമ്മൾ സ്കാനിൽ കാണുന്നത് ഒരു 2ാമത്തെ 3ാമത്തെ ദിവസം പീരിയഡ്സിൻ്റെ ദിവസം നോക്കുന്ന ആ സ്കാനിൻ്റെ വാല്യൂവും മോടെ ഏജും പിന്നെ AMH വാല്യൂ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുന്നത്. AMH കുറവാണ് അതിൻ്റെ അർത്ഥം മോക്ക് IVF ചെയ്യേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നല്ല. ഡോക്ടർ, എൻ്റെ AMH കുറവായതിനാൽ എനിക്ക് IVF മാത്രമേ പറ്റൂ. AMH കുറവാണെങ്കിൽ IVF ചെയ്യേണ്ടി വരുമെന്നല്ല, നമ്മുടെ ഓവറിൻ റിസർവ് കുറവാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രഗ്നൻസി ആവണം എന്ന് വെച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പ്രഗ്നൻസി പിന്നെ ആവാം എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോൾ ഏജ് അനുസരിച്ചാണ്. അപ്പം ഒരു 25 ഇയർ ഓൾഡിന് AMH കുറവും ഒരു 35 വയസ്സിന് AMH കുറവും രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ 25 വയസ്സ് അവർക്ക് ഏജ് ഒരു അവരുടെ പോസിറ്റീവ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രഗ്നൻസി ആവാൻ എളുപ്പമാണ്. ചെറിയ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പ്രഗ്നൻസി ആവും, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ്ലി തന്നെ കൺസീവ് ആവാൻ സാധ്യതയുണ്ട്. AMH കുറവും ഏജ് കൂടുതലും ആകുമ്പോഴാണ് നമുക്ക് എക്സ്ട്രാ ഒരു ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്കിൻ്റെ ആവശ്യം വരുന്നത്.